കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പോരാട്ടം ശക്തമാക്കി UDFും LDFും മണ്ഡല കൺവെൻഷനുകളടക്കം നടത്തി ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് ഇരുമുന്നണികളും നടത്തുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും NDAയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയതിന്റെ എല്ലാ ആവേശവും കോട്ടയത്തെ പോരാട്ടത്തിലുണ്ട്. ഇരുമുന്നണികളും പ്രചരണത്തിൽ മുന്നിലെത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. പ്രമുഖരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നതിനൊപ്പം നിഷ്പക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വനിതാ വിഭാഗത്തിന്റെ യോഗവും വിളിച്ചു ചേർത്തു. ഉടൻ തന്നെ മണ്ഡലം കൺവെൻഷനുകളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാമനായിട്ട് എന്ന് പറഞ്ഞാൽ MPയുടെ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലും വികസന കാര്യത്തിലും എല്ലാ കാര്യത്തിലും എല്ലാം ഒരു സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിൽ നമ്മൾ വളരെ മുന്നോട്ട് തന്നെ നീങ്ങുവാൻ കഴിഞ്ഞു, സംഘടനാപരമായിട്ട് നീങ്ങുവാൻ കഴിഞ്ഞു, പ്രവർത്തനത്തിൽ നീങ്ങുവാൻ കഴിഞ്ഞു. ഇപ്പോഴും ഓഫീസുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും ശക്തനായ സ്ഥാനാർത്ഥിയെ ലഭിച്ചത് ഗുണം ചെയ്തുവെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളടക്കം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള തീരുമാനവും നേതാക്കൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി UDF നേതൃയോഗം കോട്ടയത്ത് നടന്നു. പ്രചാരണത്തിൽ മുന്നിലെത്താനുള്ള നീക്കങ്ങളാണ് UDFും നടത്തുന്നത്. നമുക്ക് ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് വരുന്നതിനുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കേണ്ടതായിട്ടുള്ളത്. കോട്ടയത്തും നമ്മുടെ കൊല്ലത്തും പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം UDF നേതൃത്വം അനുവദിച്ചു. പിന്നെ മലപ്പുറത്തും മലപ്പുറം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ പിന്നീട് UDF നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം അത് മുന്നോട്ട് പോയി. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ കൂടി വരുമ്പോൾ കേരളമൊട്ടാകെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും UDF ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്തേക്ക് വരികയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനം താഴെത്തട്ടിൽ NDA ആരംഭിച്ചു കഴിഞ്ഞു. BDJSന് കോട്ടയം സീറ്റ് നൽകിയ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയോ AG തങ്കപ്പനോ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. പ്രഖ്യാപനം വന്നാലുടൻ സജീവമാകാനുള്ള കാത്തിരിപ്പിലാണ് NDA. 24 കോട്ടയം.